എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖം തന്നെയെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിരിക്കുന്നു. അപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് വളരെ എളുപ്പത്തിൽ ഒരു റെസിപ്പി ആയിട്ടാണ്, അതായത് മഷ്റൂം മസാല. അപ്പോൾ മഷ്റൂം വെച്ചിട്ട് ഞാൻ ഓൾറെഡി 2 വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അതായത് നമ്മുടെ കേരള സ്റ്റൈലിലുള്ള മഷ്റൂം പെരളനും അതുപോലെ തന്നെ ചില്ലി മഷ്റൂമും. അപ്പോൾ ഈ റെസിപ്പി എന്ന് പറയുമ്പോൾ ഇത് ചപ്പാത്തിയുടെ കൂടെയും പൊറോട്ടയുടെ കൂടെയും ഈവൻ ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്നൊരു അടിപൊളിയായിട്ടുള്ളൊരു കറിയാണ്. എല്ലാവരും തയ്യാറാക്കി നോക്കുക. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി, അതേപോലെ തന്നെ വളരെ എളുപ്പമാണ് തയ്യാറാക്കാൻ. അപ്പോൾ ഒട്ടും സമയം നിങ്ങൾ കളയണ്ട, എല്ലാവരും തയ്യാറാക്കി നോക്കുക. അതുപോലെ തന്നെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫീഡ്ബാക്ക് പറയുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഒട്ടും താമസിച്ചാൽ നമുക്ക് എങ്ങനെയാണ് രുചികരമായിട്ടുള്ള മഷ്റൂം മസാല തയ്യാറാക്കാം എന്ന് നോക്കിയിട്ട് വരാം. ഓക്കെ, അപ്പോൾ നമുക്ക് വളരെ രുചികരമായ മഷ്റൂം മസാല എങ്ങനെയാണ് തയ്യാറാക്കാമെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ആദ്യം എടുത്തു വെച്ചിരിക്കുന്നത് മഷ്റൂമാണ്. ഞാനിവിടെ ഉപയോഗിക്കുന്നത് ബട്ടൺ മഷ്റൂമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള പല വെറൈറ്റീസ് ഓഫ് മഷ്റൂംസ്, അതായത് കൂൺ അവൈലബിൾ അല്ലേ, ഏത് തരം കൂൺ വെച്ചിട്ടും ഈ സെയിം റെസിപ്പി തയ്യാറാക്കാം. ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് 250 ഗ്രാമാണ്. ഒരു മീഡിയം സൈസ് മഷ്റൂമിന്റെ എണ്ണം പറയുകയാണെങ്കിൽ 12 എണ്ണമാണ് എടുത്തിരിക്കുന്നത്. ആദ്യം തന്നെ നന്നായിട്ട് വാഷ് ചെയ്യുക. അതിനുശേഷം അതിന്റെ വെള്ളമെല്ലാം കളഞ്ഞതിന് ശേഷം നന്നായിട്ട് ചെറുതായിട്ട് മീഡിയം സ്ലൈസസ് ആയിട്ട് മുറിച്ച് വെക്കുക. അപ്പോൾ ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് വേണ്ടത് ഇതിലേക്ക് വേണ്ടിയുള്ള മസാലപ്പൊടികളാണ്. ആദ്യം തന്നെ ഒരു ചെറിയ പാത്രത്തിലോട്ട് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള മസാലപ്പൊടികളെല്ലാം ചേർത്ത് മിക്സ് ചെയ്ത് വെക്കുക. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ജോലി കുറച്ചും കൂടെ എളുപ്പമായി കിട്ടും. ഒരു ചെറിയൊരു പാത്രം ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ആദ്യം ചേർത്ത് കൊടുക്കുന്നത് 1.25 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി. ടീസ്പൂൺ ആണ്, ടേബിൾ സ്പൂൺ അല്ല, ചെറിയ സ്പൂൺ. അതുപോലെ തന്നെ അതിന്റെ കൂട്ടത്തിൽ കൂടെ ചേർത്ത് കൊടുക്കുന്നത് 1 ടീസ്പൂൺ തന്നെ മല്ലിപ്പൊടി. മല്ലിപ്പൊടി വളരെ കുറച്ച് മതി കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് ജീരകത്തിന്റെ പൊടി 1/4 ടീസ്പൂൺ. ജീരകത്തിന്റെ പൊടി താല്പര്യമില്ലെങ്കിൽ ഇടണ്ട. ഇത് നോർത്ത് ഇന്ത്യൻ രീതിയിലാണ് ഞാൻ ചെയ്യുന്നത്, അതുകൊണ്ടാണ് ജീരകത്തിന്റെ പൊടി ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ജീരകം താല്പര്യമില്ലെങ്കിൽ ജീരകം ഒഴിവാക്കാം, അല്ലെങ്കിൽ അതിന്റെ സ്മെല്ല് താല്പര്യം കൂടുതലാണെന്നുണ്ടെങ്കിൽ അതിന്റെ അളവ് കൂട്ടിയിട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ. ഇത്രയും പൊടികൾ മിക്സ് ചെയ്ത് നമുക്ക് മാറ്റി വെക്കാം. പിന്നെ ഗരം മസാലയും കൂടെ വേണം. ഗരം മസാല നമ്മൾ പിന്നെ ചേർക്കുള്ളൂ, ഇതിന് കൂട്ടത്തിൽ കൂടെ ചേർക്കേണ്ട ആവശ്യമില്ല. മിക്സ് ചെയ്തിട്ട് അങ്ങ് മാറ്റി വെക്കാം. ഇനി നമുക്ക് നമ്മുടെ കറി ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടി ഒരു കടായി അടപ്പത്ത് വെക്കുക. മീഡിയം ഫ്ലെയിമിൽ തീ ഓൺ ചെയ്ത് കൊടുക്കുക. നമ്മുടെ പാനിലോട്ട് ഞാനൊരു 3 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ നാടൻ രീതിയിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിലോട്ട് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താൽ മതിയാകും. ഈ എണ്ണ ഒന്ന് മീഡിയം ചൂടാവട്ടെ കേട്ടോ. മീഡിയം ചൂടായിട്ടുണ്ട്. അതിലോട്ട് 2 മീഡിയം സവാളയാണ് എടുത്തിരിക്കുന്നത്. വലിയ സവാളയാണെങ്കിൽ 1 സവാള മതിയാകും. നമുക്കതിലോട്ട് വളരെ നൈസാക്കി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് വാടി വരുമ്പോഴാണ് നമുക്ക് ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കേണ്ടത്. 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. ഇപ്പം നിങ്ങൾക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എടുക്കാൻ മടി തോന്നുകയാണെങ്കിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും ജസ്റ്റ് ചതച്ച് ചേർത്താൽ മതി, അല്ലെങ്കിൽ വളരെ നൈസാക്കി അരിഞ്ഞ് ചേർത്താലും മതി. അങ്ങനെയാണെങ്കിൽ വളരെ ചെറിയ കഷ്ണം ഇഞ്ചി, അതുപോലെ തന്നെ ഒരു 4 അല്ലി മീഡിയം സൈസ് അല്ലി വെളുത്തുള്ളി വളരെ നൈസാക്കി അരിഞ്ഞ് ചേർത്താൽ മതി കേട്ടോ. നമ്മുടെ സവാള ചെറുതായി വാടി വന്നിട്ടുണ്ട്. അതിലോട്ട് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുക. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ഇഞ്ചി വെളുത്തുള്ളി വളരെ നൈസാക്കി അരിഞ്ഞത് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ കൂട്ടത്തിൽ കൂടെ ഞാൻ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് 2 പച്ചമുളക്. കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്താൽ മതി. ചെറിയൊരു ബ്രൗൺ ഷെയ്ഡ് വരുന്ന വരെ ഇത് ഇളക്കാൻ മറക്കരുത്. അപ്പോൾ നമ്മുടെ ഉള്ളി ഏകദേശം ചെറിയൊരു ബ്രൗൺ കളർ വന്നിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ടത് പൊടികളാണ്. അതിനു മുൻപ് ഞാൻ കുറച്ച് കസൂരി മേത്തി ഇടുന്നുണ്ട്. കസൂരി മേത്തി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ, നമ്മുടെ ഉലുവയുടെ ഇലയില്ലേ, അത് ഉണക്കിയതാണ് കസൂരി മേത്തി എന്ന് പറയുന്നത്. അത് ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. അത് ഇടുകയാണെങ്കിൽ ഒരു നോർത്ത് ഇന്ത്യൻ ടേസ്റ്റ് വരും. നമ്മൾ കയ്യിലെടുത്ത് പിടിച്ചിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചിട്ട് കൊടുത്താൽ മതി. ഇങ്ങനെ പൊടിയുന്നില്ലെങ്കിൽ അതിന്റെ അർത്ഥം നന്നായി തണുത്തു എന്നാണ്. അപ്പൊ ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് ഒന്ന് ക്രിസ്പി ആക്കിയതിന് ശേഷം ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ. ഇത് ഇടുമ്പോഴാണ് ഒരു നോർത്ത് ഇന്ത്യൻ ഫ്ലേവർ വരിക. അപ്പൊ നോർത്ത് ഇന്ത്യൻ ഫ്ലേവർ താല്പര്യമില്ലെങ്കിൽ അത് ഒഴിവാക്കാം. നാടൻ രീതിയിൽ കറിവേപ്പില ഇട്ട് കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഇതിൽ കറിവേപ്പില ഇടുന്നില്ല, കസൂരി മേത്തി ഇട്ട കാരണം കേട്ടോ. ഇനി നമുക്ക് ചേർത്ത് കൊടുക്കണം നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരുന്ന എല്ലാ പൊടികളുമാണ്. ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പൊടികളൊന്നും കരിയില്ല, പെട്ടെന്ന് തന്നെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാൻ പറ്റും. തീ കുറയ്ക്കുക. ലോ ഫ്ലെയിമിലാക്കിയതിന് ശേഷം ഇതിന്റെ പച്ചമണം മാറുന്നത് വരെ ഇത് വഴറ്റി കൊടുത്തോണ്ടേ ഇരിക്കുക. ഹൈ ഫ്ലെയിമിൽ ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഈ പൊടികൾ കരിഞ്ഞു പോകും, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. നല്ലൊരു വാസന വരുന്നുണ്ട് ആ കസൂരി മേത്തിയും ഈ പൊടികളൊക്കെ ചേർത്തപ്പോൾ. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്, ഞാനിവിടെ ഒരു വലിയ തക്കാളി എടുത്തിട്ട് നന്നായിട്ട് അരച്ച് വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ചെറിയ കഷ്ണങ്ങളാക്കി ഇട്ടാലും മതി, പക്ഷെ അരച്ച് വെക്കുന്നതാണ് കുറച്ചും കൂടെ നല്ലത്. അപ്പോൾ തക്കാളിയുടെ പുളി നോക്കണേ. ഒരുപാട് പുളിയുള്ള തക്കാളി ആണെങ്കിൽ 1/2 തക്കാളി മതിയാകും. വലിയ തക്കാളി ആണെങ്കിൽ അല്ലെങ്കിൽ 1 തക്കാളി. അപ്പോൾ പുളി അനുസരിച്ച് തക്കാളി ചേർക്കാൻ മറക്കരുത്. പുളി കൂടി കഴിഞ്ഞാൽ നമ്മുടെ കറിക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല, അത് എപ്പോഴും ശ്രദ്ധിക്കണം. ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട്
ഒന്ന് നന്നായിട്ട് തക്കാളി കുക്ക് ചെയ്തെടുക്കണം. ഇനി തീ നമുക്ക് മീഡിയത്തിലോട്ട് മാറ്റാം. ലോ ഫ്ലെയിമിൽ നിന്ന് അടച്ചു വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുക്കാവട്ടെ. തക്കാളിയുടെ ആ ഒരു പച്ചമുളക് മാറി കിട്ടിയതിന് ശേഷം വേണം ഇതിലോട്ട് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന മഷ്റൂം ചേർത്ത് കൊടുക്കാൻ. അടച്ചു വെക്കുക. അടച്ചു വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അത് കുക്കായി കിട്ടിക്കോളൂ കേട്ടോ. ഇടയ്ക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത് കേട്ടോ. ചിലപ്പോൾ അടി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. നമ്മൾ വെള്ളം ഒഴിച്ചിട്ടില്ലാത്തതല്ലേ. വെള്ളം വേണമെങ്കിൽ നിങ്ങൾക്ക് ടെൻഷൻ ഉണ്ടെങ്കിൽ ഒഴിച്ചു കൊടുക്കാവുന്നതേ ഉള്ളൂ. ഒന്നും കൂടി നമുക്ക് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ തക്കാളി നന്നായി കുക്കായിട്ട് നല്ലൊരു വാസന വരും. മാത്രമല്ല എണ്ണ തെളിഞ്ഞ് വരികയും ചെയ്യും. ആ സമയത്ത് നമുക്ക് ഇതിലോട്ട് 1 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം. ഗരം മസാലയുടെ അളവ് ഡിപ്പെൻസ് കേട്ടോ. ഓരോരുത്തർക്ക് ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്താം. ഞാനിപ്പോൾ 1 ടീസ്പൂൺ ഇടുന്നുണ്ട്. പിന്നെ നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ പിന്നെ ചേർത്ത് കൊടുക്കാം. മിക്സ് ചെയ്ത് കൊടുക്കാം. ഹോം മെയ്ഡ് ഗരം മസാലയാണ്. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ മഷ്റൂം ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ മഷ്റൂമിൽ നിന്ന് തന്നെ നന്നായിട്ട് വെള്ളം ഇറങ്ങിക്കോളും. അപ്പോൾ ആദ്യം നമുക്കൊരു 2-3 മിനിറ്റ് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്യാം, വെള്ളം ഒഴിക്കാതെ. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. മഷ്റൂമൊക്കെ പെട്ടെന്ന് കുക്കായി കിട്ടുന്നതാണ്. ഈ റെസിപ്പി നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒന്നാണ്. നമുക്ക് ജസ്റ്റ് ഒന്ന് 2-3 മിനിറ്റ് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ മഷ്റൂമിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ വെള്ളം നന്നായി ഇറങ്ങിയിരിക്കുന്നത് കണ്ടോ. തുറന്ന് നോക്കിയപ്പോൾ ഇനി നമുക്ക് 1 ഗ്ലാസ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം ഇതിലോട്ട്. നിങ്ങൾക്ക് എത്ര ഗ്രേവി വേണം അതിനനുസരിച്ച് വെള്ളത്തിന്റെ അളവ് മാറ്റം വരുത്തണേ. നമുക്ക് മിക്സ് ചെയ്ത് കൊടുത്ത് നോക്കാം. ഗ്രേവി ഇനിയും വേണമെങ്കിൽ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കണം. പക്ഷെ പച്ചവെള്ളം ഒഴിക്കാൻ പാടില്ല, എപ്പോഴും ചൂടുവെള്ളം ഒഴിക്കണം. ഞാൻ എൻ്റെ കറികളിൽ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, ചൂടുവെള്ളം ഒഴിച്ചു കഴിഞ്ഞാലാണ് നമുക്ക് ആ റിയൽ ആയിട്ടുള്ള ടേസ്റ്റ് ഫീൽ ചെയ്യുള്ളൂ. അല്ലെങ്കിൽ പച്ചവെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ വീണ്ടും കുറേ നേരം കറി തിളക്കേണ്ടതായിട്ട് വരും. ഒന്ന് നമുക്കൊരു 5 മിനിറ്റ് അടച്ചു വെക്കാം. അതിനുശേഷം തുറന്ന് വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. നമ്മുടെ കറി തിളച്ച് കൊണ്ടിരിക്കുന്നു കുട്ടികളെ. ഞാനിപ്പോൾ ഒരു 5 മിനിറ്റ് അടച്ചു വെച്ചിട്ട് വേവിച്ചിട്ടുള്ളൂ. ഞാൻ പറഞ്ഞില്ലേ മഷ്റൂം പെട്ടെന്ന് കുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് കഴിച്ച് ടേസ്റ്റ് ചെയ്ത് നോക്കുക. എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ആഡ് ചെയ്യാൻ മറക്കരുത്. ഇങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതേ വെച്ചിട്ട് നിർത്താം. ഒരല്പം എൻ്റെ എപ്പോഴും ചെയ്യാറുള്ള എന്താണോ ഞാൻ ഇടാൻ പോകുന്നത്, എത്ര പേർക്ക് ഗസ് ചെയ്യാൻ പറ്റും? എനിക്കറിയാം, നിങ്ങൾ ഗസ് ചെയ്ത് കാണുന്നു. എൻ്റെ സ്ഥിരം വ്യൂവേഴ്സിന് അറിയാം അല്ലേ. 1/4 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്ന അണ്ടിപ്പരിപ്പാണ്. അണ്ടിപ്പരിപ്പ് അരച്ചത്. അപ്പോൾ ഒരു 15 അണ്ടിപ്പരിപ്പ് എടുത്ത് അരച്ച് വെച്ചിട്ടുണ്ട്. മുഴുവനും ഞാൻ ചേർക്കുന്നില്ല. മുഴുവനും ചേർത്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ കളറേ മാറിപ്പോകും. അപ്പോൾ അതിൻ്റെ പകുതി ചേർക്കുന്നുള്ളൂ. നമ്മളെ മിക്സിയിൽ അരയ്ക്കുമ്പോൾ ഒരു 7 അണ്ടിപ്പരിപ്പായിട്ട് എനിക്ക് അരയ്ക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ 15 അണ്ടിപ്പരിപ്പ് അരച്ചു എന്ന് മാത്രം അല്പം വെള്ളം ചേർത്തിട്ട്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. തേങ്ങാപ്പാൽ അതല്ലെങ്കിൽ തേങ്ങ അരച്ചത് ചേർത്ത് കൊടുക്കാം. ഇതല്ലെങ്കിലും ഇവിടെ വെച്ച് നിങ്ങൾക്ക് സ്റ്റോപ്പ് ചെയ്യാം. അപ്പോൾ അണ്ടിപ്പരിപ്പ് അരയ്ക്കുമ്പോൾ കുറച്ചും കൂടി ഒരു ക്രീമി എഫക്റ്റ് ആയിരിക്കും. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഫ്രഷ് ക്രീമും ചേർത്ത് കൊടുക്കാം. അതെല്ലാം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്തണേ. ഞാനിപ്പോൾ അതിലേക്ക് ഇതിൻ്റെ പകുതി ഒഴിക്കുന്നുള്ളൂ. മതി. ഫ്രഷ് ക്രീം ആണെങ്കിലും ഒഴിച്ചു കൊടുക്കാം. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ നാടൻ രീതിയിലാണെങ്കിൽ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ കറിക്ക് ഒരു തിക്നെസ് റിച്ച്നെസ്സും വരും. ഹോട്ടലിലൊക്കെ കിട്ടുന്ന ആ ഒരു ഗ്രേവിയുടെ ആ ഒരു സെയിം ടെക്സ്ചറായിട്ട് മാറി കിട്ടും. ഞാൻ വെള്ളത്തിൽ കുറച്ച് നേരം സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അരയ്ക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ അണ്ടിപ്പരിപ്പ് ചേർത്തതിന് ശേഷം 2-3 മിനിറ്റ് അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കണ്ടിന്യൂസ് ആയിട്ട്. അതിനുശേഷം നമുക്ക് ടേസ്റ്റ് ചെയ്തിട്ട് എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഈ ഒരു ഗ്രേവി ഇങ്ങനത്തെ ഒരു പരുവത്തിലാണെങ്കിൽ നമുക്ക് ചപ്പാത്തിയുടെ കൂടെയും എല്ലാത്തിൻ്റെ കൂടെ നല്ലതാണ്. അതല്ലെങ്കിൽ കുറച്ചും കൂടി ഡ്രൈ ആക്കണമെന്നുണ്ടെങ്കിൽ വെള്ളം വറ്റിച്ച് കൊടുത്താൽ മതി. അല്ലെങ്കിൽ നമ്മൾ ചേർക്കുന്ന വെള്ളത്തിൻ്റെ അളവ് കുറച്ച് കൊടുത്താലും മതിയാകും. അവസാനമായിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കുറച്ചും കൂടെ കസൂരി മേത്തിയും ഒരല്പം ഗരം മസാലയുമാണ്. ഞാൻ പറഞ്ഞ പോലെ ഒരു നോർത്ത് ഇന്ത്യൻ ടേസ്റ്റിന് വേണ്ടി മാത്രം. ആഹാ, എന്താ കളറ്! ഇതുണ്ടെങ്കിൽ പിന്നെ നമുക്ക് വെജിറ്റേറിയൻസിനൊക്കെ ധൈര്യമായിട്ട് വീട്ടിലോട്ട് ക്ഷണിക്കാൻ പറ്റും. ഒരുപാട് പേരുടെ ഒരു ഇഷ്യൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെജിറ്റേറിയൻസിന് വീട്ടിലോട്ട് ഗസ്റ്റായിട്ട് വിളിക്കുമ്പോൾ എന്തുണ്ടാക്കണം എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഒരുപാട് മെസ്സേജസ് വരാറുണ്ട്. നമ്മൾ ഒരുപാട് വെജിറ്റേറിയൻ കറികൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു മഷ്റൂം നമ്മുടെ കേരള സ്റ്റൈലിൽ ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിലും ഇതേപോലെ ഒരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിൽ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ശരി, അതും കൂടി ഇരിക്കട്ടെ എന്ന് വെച്ചിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. നുള്ളി ഗരം മസാലയും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുകയാണ് അവസാനം, കുറച്ച് മാത്രം. അതും കൊണ്ട് ചേർത്ത് അങ്ങ് മിക്സ് ചെയ്യാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഓയിലിന് പകരമായിട്ട് ബട്ടറിൽ സവാള വഴറ്റാട്ടോ. അപ്പോൾ കുറച്ചും കൂടെ ഒരു ബട്ടറി ടേസ്റ്റ് കിട്ടും. പക്ഷെ ഞാൻ ഓയിൽ എടുത്തു എന്ന് മാത്രം. ഞാൻ ഫൈനലായിട്ട് ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കട്ടെ. നിങ്ങൾ ഏറ്റവും ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ചേർക്കുന്നത് തക്കാളിയാണ്. തക്കാളിയുടെ അളവ് കൂടിക്കഴിഞ്ഞാൽ പുളിരസം വരും. പുളിരസം വന്നു കഴിഞ്ഞാൽ ഈ കറിക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല. ഒരല്പം ഉപ്പിൻ്റെ കുറവുണ്ട്, അത് മാത്രമേ ഉള്ളൂ. മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഓഫ് ചെയ്യാണ് കേട്ടോ. ഞാൻ ഇതേപോലെ ഗ്രേവി കറികളൊക്കെ ഉണ്ടാക്കുമ്പോൾ ലാസ്റ്റ് എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കാണാറുണ്ട്, എൻ്റെ വ്യൂവേഴ്സിന് അറിയാൻ പറ്റും, പച്ചമുളക് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിടും. അത് പ്രത്യേക ടേസ്റ്റ് ആണ്. പക്ഷെ നിർബന്ധമൊന്നുമില്ല കേട്ടോ. പക്ഷെ പച്ചമുളക് ഇട്ട് കഴിഞ്ഞാൽ ആ ഗ്രേവിയുടെ ടേസ്റ്റ് എൻ്റെ ഡിഫറെൻ്റ് ആവും. സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും. അതുകൊണ്ട് ഞാൻ 2 പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അവസാനം മാത്രം മതി മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും ഈ പച്ചമുളക് അവസാനം ഇട്ടിട്ട് മിക്സ് ചെയ്യുമ്പോൾ. ഇനി നമുക്ക് സെർവ് ചെയ്യാം. ചപ്പാത്തിയുടെ കൂടെ പൊറോട്ടയുടെ കൂടെ എന്തിൻ്റെ കൂടെ വേണമെങ്കിൽ നമുക്കിത് കഴിക്കാൻ പറ്റും. സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ മഷ്റൂം മസാല. അപ്പോൾ നമുക്ക് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാലോ. ഞാൻ ഫോട്ടോ എടുത്ത് വന്നപ്പോഴേക്കിനും അതിൻ്റെ ഗ്രേവി ഇച്ചിരി തിക്കായിട്ടുണ്ട്. ഇതുപോലെയാണ് നമ്മുടെ റെസ്റ്റോറൻറ്റ്സിലൊക്കെ
പോകുമ്പോൾ മഷ്റൂം മസാല ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഗ്രേവിയുടെ തിക്നെസ്സിലാണ് ഇരിക്കാറുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരു വായ കഴിക്കാം. കഴിഞ്ഞ ദിവസം ആരോ പറയുന്നുണ്ടായിരുന്നു നിങ്ങൾക്ക് വേണ്ടി കഴിക്കാന്ന് പറഞ്ഞിട്ട് ചേച്ചിയല്ലേ കഴിക്കണത്, ഞങ്ങൾക്ക് എങ്ങനെ കിട്ടുകയെന്ന്. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കൂ അല്ലേ. ഒരു വായ ഞാൻ കഴിക്കട്ടെ കേട്ടോ. അടിപൊളി, എല്ലാം പെർഫെക്റ്റ് ആയിട്ടുണ്ട്. പെർഫെക്റ്റ് പുളി, പെർഫെക്റ്റ് എരിവ്, പെർഫെക്റ്റ് ഉപ്പ്, ചെറിയൊരു മധുരം. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക. അതിനുശേഷം ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത്. അപ്പോൾ അടുത്ത അടിപൊളിയായിട്ടുള്ള വീഡിയോ ആയിട്ട് കാണുന്നവരെ നന്ദി, നമസ്കാരം. താങ്ക് യു. വാടി പൂന്തോട്ടം, മണ്ണ്, ഭൂമി, ഭൂമിയിലെ ഭൂമി, ഭൂമി. ഭൂ ഭൂ. And that's when I said pound. പായല. And that's what I mean. This one. പാ. This one. പായല പാ. ചാരെ. Cherry. ചാരെ. Summit. സമിത്ത. പുതിയ പുതിയ വാക്കുകൾ അർത്ഥങ്ങൾ സമീപത്തി. പത്തിയ. സമീപത്ത്. സമീപത്ത്. വല്ലരി. വള്ളി. വള്ളിയല്ല വള്ളി. വള്ളി. മന്ദമണിഞ്ഞു. മലേ. മല്ലയല്ല നമ്മൾ. മെല്ലെ. മെല്ലെ വന്ന്. പുളകം. പുളക്കം. What is that? Oh yeah, പുളപ്പം. നീ വേണ്ട ചെയ്യുന്നതാണ് എനിക്കറിയാതെ. പുളകം. രോമാഞ്ചം. ചിക്കന്.